ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ BSc ബോട്ടണിയിലെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് സെമസ്റ്ററിൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ക്വിഷ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടെം ആൻഡ് സെം എന്നുള്ളത്. അപ്പം അത് നമ്മുടെ ഏതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സിൽ വരുന്നതാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരു എസ്സെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ടെം ആൻഡ് സെം നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ടെം എന്നറിഞ്ഞിരിക്കണം. ടെം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ടെം. ചിലപ്പോൾ 1 മാർക്കിന് ഫുൾ ഫോമും ചോദിക്കും. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് ടെം. അതെന്ന് പറയുമ്പോൾ ടെം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പോലെ തന്നെയാണ്. വിസിബിൾ ലൈറ്റിൽ ഹൈ സ്പീഡിലെ ഇലക്ട്രോൺസിനെ വെരി ഷോർട്ട് വേവ് ലെങ്തിൽ ഇലൂമിനേറ്റ് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ്. ഇതിനൊരു ഇലക്ട്രോൺ ഗണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടെം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് സെം എന്ന് പറഞ്ഞാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതാണ് സെമ്മിൻ്റെ ഫുൾ ഫോം, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇത് റീസെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ക്ലിയർ സർഫസ് വ്യൂ ഓഫ് ഒബ്ജക്റ്റ് ആണ് ഇത് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് വെരി ഫൈൻ ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് കിടക്കാം. സ്റ്റെം എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്, സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സ്കാനിങ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇതെന്ന് പറയുന്നത് സെമ്മിൻ്റെയും ടെമ്മിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ഫോം ഓഫ് ഡെവലപ്ഡ് ടേമാണ് സ്റ്റെം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റെം ആൻഡ് സെം എന്നുള്ളത് 4 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളൊരു ടേബിൾ വരച്ചിട്ടോ അല്ലെങ്കിൽ ടെം എന്ന ഹെഡിങ് കൊടുത്തിട്ട് അത്, സെം എന്ന ഹെഡിങ് കൊടുത്തിട്ട് അത്, ആ രീതിയിലോ എഴുതാം. അപ്പോൾ ടെമ്മിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് മാഗ്നിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ സാമ്പിൾസ് അപ് ടു എ റെസൊല്യൂഷൻ ഓഫ് 66 lakhs എക്സ്. അപ്പം ഒരു 6 ലക്ഷത്തോളം ഒരു റെസൊല്യൂഷൻ ഈ ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ സാമ്പിൾസിൻ്റെ മാഗ്നിഫിക്കേഷനായിട്ട് നൽകാൻ നമ്മുടെ ടെമ്മിന് സാധിക്കും. ജനറേഷൻ ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ അൾട്രാ സ്ട്രക്ചർ ഓഫ് സെൽ മെമ്പേഴ്സ്, ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെൽ ഓർഗനൽസ്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് എക്സെട്ര. അതുപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ ജനറേഷൻ ചെയ്യാൻ സാധിക്കും. എന്തിൻ്റെയൊക്കെ? നമ്മുടെ സെൽ മെംബ്രെയിൻസിൻ്റെ അൾട്രാ സ്ട്രക്ചർ, അതുപോലെ തന്നെ സെൽസിലെ ഇൻ്റർസെല്ലുലാർ ജംഗ്ഷൻസ്, സെൽ ഓർഗനൽസ്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്, ഇവയെല്ലാം ഒരു ജനറേഷൻ ഓഫ് ഇൻഫോർമേഷൻ നൽകുന്നതിന് വേണ്ടി ടെമ്മിന് സാധിക്കും. നെക്സ്റ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ മോർഫോളജി ഓഫ് വൈറസസ് സച്ച് ആസ് പോക്സ് വൈറസസ്, ഫേക്സ്, പാപ്പോ വൈറസസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ വൈറസസിൻ്റെയൊക്കെ മോർഫോളജി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പോക്സ് വൈറസ് ആയാലും ഫാഗസ് ആയാലും അങ്ങനെ ഏത് തരത്തിലുള്ള വൈറസ് ആയാലും അതിൻ്റെ മോർഫോളജി ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മുടെ ടെമ്മ് ഹെൽപ്പ് ചെയ്യും. ഇനി ലാസ്റ്റ് ആപ്ലിക്കേഷൻ, എറുഡിക്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ ഫ്ലജെല്ലെ ആൻഡ് ഫിംബ്രിയെ എക്സെട്ര. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ഫ്ലജെല്ല, ഫിംബ്രിയെ, ഈ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് സ്ട്രക്ചേഴ്സിൻ്റെയും വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ടെമ്മിന് സാധിക്കും. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മുടെ ടെമ്മിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എസ്സേ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. സ്റ്റെമ്മും അതുപോലെ തന്നെ സ്റ്റെമ്മ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ലൈറ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോഴാണ് അതൊരു എസ്സേ ആയി മാറുന്നത്. നമുക്കറിയാം സെക്കൻഡ് സെമസ്റ്ററിലെ എസ്സേയൊക്കെ വളരെ ടഫായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സെമ്മിൻ്റെ ആപ്ലിക്കേഷനാണ് നോക്കാനുള്ളത്. ജനറേഷൻ ഓഫ് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു റിവീൽ സ്പേഷ്യൽ വേരിയേഷൻ ഇൻ കെമിക്കൽ കോമ്പോസിഷൻ. ഇതിനെന്ന് പറയുമ്പോൾ ഒരു ഹൈ റെസൊല്യൂഷനാണുള്ളത്. ഇമേജസിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്കുള്ളൊരു ഹൈ റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കെമിക്കൽ കമ്പോസിഷൻ്റെയൊക്കെ വേരിയസ് പാർട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ സെല്ലിനുള്ളിലെ കെമിക്കൽ കമ്പോസിഷൻ വരെ നമുക്ക് സെമ്മിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഡിറ്റക്ഷൻ ഓഫ് ഫ്രൈസ് ബേസ്ഡ് ഓൺ ക്വാളിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസ് ഓർ ദ അനാലിസിസ് ഓഫ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അതായത് ക്വാളിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസിൻ്റെ ഡിറ്റക്ഷനും അതുപോലെ തന്നെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ ഡിറ്റക്ഷനും ഇതിലൂടെ പോസിബിളാണ്. എന്ന് വെച്ചാൽ അതിന് അത്രയും ഒരു ഹൈ റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ്,
പ്രൈസ് മെഷർ ഓഫ് വെരി മൈന്യൂട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡൗൺ ടു 50 നാനോമീറ്റർ ഇൻ സൈസ്. അതായത് 50 നാനോമീറ്ററിൽ താഴെ സൈസുള്ളവയെ വരെ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ളവയെ തന്നെ വളരെയധികം വിപുലീകരിച്ച് കാണാൻ സാധിക്കും. ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ഡിഫറൻറ്റ് ഫേസ് ഓഫ് മൾട്ടി ഫേസ് ഒബ്ജക്ട്സ് യൂസിങ് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഇമേജ്. അതായത് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഇമേജസ് നോക്കിയിട്ട് ഇതിൻ്റെ ഡിഫറൻറ്റ് ഫേസസ് തമ്മിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പോസിബിളാക്കാനും സാധിക്കുന്നുണ്ട്. അതായത് മൾട്ടി ഫേസും ഡിഫറൻറ്റ് ഫേസസിനും ഇടയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും നമുക്കിതുവഴി പോസിബിളാവും. എങ്ങനെ? ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഇമേജസ് യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഈ ടേംസൊക്കെ കുറച്ച് ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങൾ ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിച്ച് നോക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള ടേംസ് പഠിക്കാത്തതുകൊണ്ടോ ആണ്. അപ്പം നമുക്ക് എക്സാമിന് വേണ്ടി ജസ്റ്റ് ഒരു 4 മാർക്ക് 2 മാർക്കിന് അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എസ്സേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എസ്സേ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഇതൊന്നും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻസ് തന്നെ ഞാൻ ആദ്യം ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ജസ്റ്റ് 2 മാർക്കിനൊക്കെ ചോദിക്കും, പിന്നെ 4 മാർക്കിനും ചോദിക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരിത് നാച്ചുറൽ ഡൈസ് ആണ്. വാട്ട് ഈസ് നാച്ചുറൽ ഡൈസ് എന്ന് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ 2 നാച്ചുറൽ ഡൈസിനെ പറ്റി എഴുതാനും പറയാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പോർഷനാണ്. അപ്പോൾ നാച്ചുറൽ ഡൈസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഡൈസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ഓർ അനിമൽ സോഴ്സ്. പ്ലാന്റ്സിൽ അല്ലെങ്കിൽ അനിമൽസിൽ നിന്നോ കിട്ടുന്ന ഡൈസാണ് നാച്ചുറൽ ഡൈസ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഡൈസ് ആരൊക്കെയാണെന്ന് നോക്കാം. ബ്രാസിലിനുണ്ട്, ഹെമറ്റോസൈലിനുണ്ട്. അത് ഹെമറ്റോസൈലിനും കാർമൈനും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം. ഹെമറ്റോസൈലിൻ എന്ന് പറയുന്നത് ഹെമറ്റോസൈലിൻ കാമ്പിച്ചിനിയം എന്ന് പറയുന്നൊരു പ്ലാന്റിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഹെമറ്റോസൈലിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഡൈ ആണ്. കാർമൈൻ എന്ന് പറയുന്ന ഒരു അനിമൽ ഡൈ ആണ് കാർമൈൻ എന്ന് പറയുന്നത്. അപ്പം ആ 2 എണ്ണം നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം. കാരണം ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ നാച്ചുറൽ ഡൈസ് എന്ന് പറയുന്നത് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് ഓർ അനിമൽസ് ആണ്. നാച്ചുറൽ ഡൈസ് ഇൻക്ലൂഡ് ഹെമറ്റോസൈലിൻ ആൻഡ് കാർമൈൻ. അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെമറ്റോസൈലിനും കൂടെ നോക്കി പോവാം. ഹെമറ്റോസൈലിൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിൽ ലോക്ക്വുഡ് ട്രീയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ബ്ലൂ ടു ബ്ലാക്ക് കളേഴ്സാണ് അതിനുള്ളത്. ഇത് ക്രൊമാറ്റിനാണ് കളർ നൽകുന്നത്. ബ്ലൂ ടു ബ്ലാക്ക് കളേഴ്സ് ക്രൊമാറ്റിന് നൽകുന്നുണ്ട്. ഇത് ഡയറക്റ്റ്ലി അല്ല അപ്ലൈഡ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ്ലി അപ്ലൈഡ് ചെയ്താൽ ബ്ലൈൻഡ് ആയിട്ടായിരിക്കും ടിഷ്യൂസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആലമായിട്ട് കമ്പൈൻ ചെയ്താണ് വരുന്നത്. ഹെമറ്റോസൈലിൻ കോമ്പിനേഷൻ വിത്ത് ആലം. ഇനി ഹെമറ്റോസൈലിൻ എന്ന് പറയുന്നത്, ഈ ഹെമറ്റോസൈലിനിൽ ഒരു സ്റ്റെയിനിങ് ഏജൻ്റ് ഉണ്ട്, ആക്റ്റീവ് സ്റ്റെയിനിങ് ഏജൻ്റ് ഉണ്ട്. അതാണ് ഹെമറ്റെയിൻ. ഈ ഹെമറ്റെയിൻ, വാട്ട് ഈസ് മീൻ ബൈ ഹെമറ്റെയിൻ എന്ന് 1 മാർക്കിന് ചോദിക്കും. ദ ആക്റ്റീവ് സ്റ്റെയിനിങ് ഏജൻറ്റ് ഓഫ് ഹെമറ്റോസൈലിൻ ഈസ് ഹെമറ്റെയിൻ. അത് ഓർത്ത് വെച്ചേക്കണം. ഇതെന്ന് പറയുന്നത് ഒരു ഓക്സിഡേഷൻ പ്രോഡക്റ്റാണ്. ഇനി ഇതിന് എക്സാമ്പിൾസ്, ഹെമറ്റോസൈലിന് എക്സാമ്പിൾസ് ആണ്. അതായത് അയൺ ഹെമറ്റോസൈലിൻ, ഡീൽഫീൽഡ് ഹെമറ്റോസൈലിൻ, ഹാരി സലം ഹെമറ്റോസൈലിൻ. ഇതൊക്കെയാണ് നമ്മുടെ ഹെമറ്റോസൈലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഹെമറ്റോസൈലിൻ ഉണ്ടെങ്കിലും അയൺ ഹെമറ്റോസൈലിനാണ് എഫക്റ്റീവ്ലി സ്റ്റെയിൻ ചെയ്യുന്നത്. സെൽസിൻ്റെ ടിഷ്യൂസിനൊക്കെ എഫക്റ്റീവ്ലി സ്റ്റെയിൻ ചെയ്യുന്നത് അയൺ ഹെമറ്റോസൈലിനാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കെമിക്കൽ കമ്പോസിഷൻ നോക്കാം. അയൺ ആലം അല്ലെങ്കിൽ ഫെറിക് അമോണിയം സൾഫേറ്റ് 3% ഇൻ വാട്ടറാണ്. ഹെമറ്റോസൈലിൻ എങ്ങനെ 5% to 96% എത്തനോൾ, അത് 1 വോളിയത്തിൽ എടുക്കണം. ഡിസ്റ്റിൽഡ് വാട്ടർ 9 വോളിയത്തിലും എടുക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ അയൺ ഹെമറ്റോസൈലിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രിപ്പറേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുമ്പോൾ കാർമൈനാണ്. അതിൻ്റെ വേറൊരു പേരാണ് അസറ്റോ കാർമൈൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 100 ml ബോയിൽ ചെയ്യും. എങ്ങനെ? 45% അസറ്റിക് ആസിഡ് ഒരു ഫ്ലാസ്കിലെടുത്തിട്ടുള്ള, റിഫ്ലക്സ് കണ്ടൻസർ ഫ്ലാസ്കിലെടുത്തിട്ടുള്ള 45% അസറ്റിക് ആസിഡിൽ 100 ml ഇട്ട് ബോയിൽ ചെയ്യും. ഇതിലേക്ക് ഒരു പിഞ്ച് കാർമൈൻ പൗഡർ ആഡ് ചെയ്യും. ഏകദേശം ഒരു 2 ഗ്രാം വെയിറ്റുള്ള ഒരു പിഞ്ച് കാർമൈൻ പൗഡർ ആഡ് ചെയ്യും. ഇത് ഹീറ്റ് ചെയ്യുകയും പിന്നെ ഈ ഡൈയെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യുന്നുണ്ട്. റെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസോൾവ് കൂൾ ആൻഡ് ഫിൽറ്റർ ചെയ്താണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫെറിക് അസറ്റേറ്റിൻ്റെ ഫ്യൂ ഡ്രോപ്സ് ആഡ് ചെയ്യും. ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഫെറിക് അസറ്റേറ്റ് ഈസ് ആഡഡ്. ഇത് എന്തിലാണ് ഡിസോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിലാണ് ഡിസോൾവ് ചെയ്യുന്നത്.
ഇത് ഒരു റെഡ് വൈൻ കളറാകുമ്പോൾ റെഡ് കളറാവും വരെ ഈ ഫെറിക് അസറ്റേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ ഒരു റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യണം. ഈ സ്റ്റെയിൻ എന്ന് പറയുന്നത് സൈറ്റോളജിക്കൽ പ്രിപ്പറേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. സഫ്രാനിൽ 2.25 ഗ്രാമും ആൽക്കഹോൾ 90% 225 ml ഉണ്ടാക്കുന്നത്. അപ്പം സഫ്രാനിൽ ഡിസോൾവ് ചെയ്യുകയും ആൽക്കഹോളിൽ ഡൈല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കോൺസെൻട്രേഷൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെയിൻ എന്ന് പറയുന്നത് ലിഗ്നിഫൈഡ് ആണ്, ക്യൂട്ടനൈസ്ഡ് ആണ്, സുബറൈസ്ഡ് ആണ്. സ്ട്രക്ചേഴ്സ് as well as ക്രോമസോം, ന്യൂക്ലിയോ ആൻഡ് സെൻട്രോമിയേഴ്സ് ഇതുവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ക്രോമസോംസ്, ന്യൂക്ലിയോലൈ ആൻഡ് സെൻട്രോമിയേഴ്സ്.